ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? മനസ്സിനക്കരെ എന്ന് പറഞ്ഞ മലയാള സിനിമ ഉണ്ട്. ജയറാമും നയൻതാരയും പാട് അഭിനയിച്ച പടമാണ്. ആ പടത്തിലാണ് ആദ്യമായിട്ട് സിനിമയിലേക്കുള്ള എൻട്രി നയൻതാരയുടെ. അതിനുശേഷം 1-2 മലയാള സിനിമ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് നേരെ തമിഴിലേക്ക് ചാൻസുകൾ വരൽ തുടങ്ങി. അങ്ങനെ തമിഴ് പോയി. തമിഴിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തമിഴിൽ ഒന്ന് ക്ലിക്കായി ആള്. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ തമിഴ് തന്നെ കൂടി. പിന്നെ മലയാള സിനിമയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒന്നല്ലേ മമ്മൂട്ടി വേണം, അല്ലെ മോഹൻലാൽ വേണം. അതിൽ താഴ്ന്ന ഒരാളുടെ കൂടെ പിന്നാലെ ഞാൻ അഭിനയിക്കില്ല എന്നുള്ള ഒരു വാശിയായി. അങ്ങനെ മലയാളികൾ എന്ത് ചെയ്തു, നയൻതാര ഒരു ജാടയാണ്, അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗോസിപ്പുകൾ കുറെ ഇറക്കി. കാരണം മലയാളത്തിലൂടെ വന്ന നടിയല്ലേ, തമിഴിലേക്കൊന്ന് പോയി, പിന്നെ തമിഴ് തന്നെയാണ് കൂടി. എന്റെ ഈ യൂട്യൂബ് ചാനൽ നയൻതാര കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണരുത്. കാരണം ഞങ്ങളെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും അല്ല പറയുന്നത്. അപ്പോ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നയൻതാര പിന്നീട് മലയാളത്തിലേക്ക് അങ്ങനെ വിളിച്ചാൽ വരില്ല. മലയാളത്തിലേക്ക് വിളിച്ചാൽ വരുന്നതെന്നല്ല, മലയാളം തന്നെ പുള്ളിക്കാരി മറന്നുകൊള്ളുന്ന. ഈ ഇടയായിട്ട് സ്റ്റേജിൽ കയറിയിട്ട് മലയാളത്തിന്റെ വാക്കുകൾ ഏതൊക്കെയെന്നൊക്കെ ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കാരണം മലയാളം അറിയാനിട്ട് ഇതൊക്കെ പാടാൻ കണ്ടു തുടങ്ങിയേക്ക് മലയാളികൾ വിചാരിച്ചു എന്നാ നമുക്ക് ശരിയാക്കാന്നുള്ളത്. അങ്ങനെ എന്തായി, മലയാളികൾ പലതരത്തിലുള്ള ട്രോളുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഇതൊന്നും അങ്ങടെ ഏറ്റില്ല. കാരണം ഇതൊന്നും ശ്രദ്ധിക്കാനേ ഈ നയൻതാര പോയില്ല. പക്ഷെ ഈ ഇടയായിട്ട് നയൻതാരക്ക് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. കാരണം അമ്മാതിരി പണിയാ കിട്ടിയിരിക്കണേ. എന്താന്നല്ലേ, ഇതാരറിയോ? ഇതാണ് നയൻതാര. അല്ലാണ്ട് പൊക്കണ്ട. ഇത് സംഭവം എന്താ മനസ്സിലായോ നിങ്ങക്ക്? ഇല്ലല്ലോ. എന്താ ഇപ്പൊ ഈ കാണിക്കണെന്നുള്ളത് അരിത്തൊക്കെ കണ്ടോ? അതിന്റെ വാപ്പി കാണിച്ചു തരാം. എനിക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും വരലില്ല. കുറച്ച് മെസ്സേജ് എടുത്തിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ ഈ വീഡിയോയുടെ പുറകിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ അത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ തെറ്റും ശരിയും നിങ്ങൾ തന്നെ താഴെ കമന്റ് ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ താങ്ക് യു സോ മച്ച്. ലവ് യു ഗൈസ്. ഇതെന്താ അറിയില്ലല്ലോ, അത് ഞങ്ങൾക്ക് വായിച്ചു തരാം കേട്ടോ. ഹായ് നയൻസ്. ഹായ് ചേച്ചി. ചേച്ചിയെ കാണാൻ നയൻതാരെ പോലെ തന്നെ ഉണ്ടല്ലോ. ഹായ് മാഡം. മാഡത്തിനെ കാണാൻ നയൻതാരെ പോലെ തന്നെ ഉണ്ട്. ഹായ് നയൻസ്. ഹായ് നയൻസ് നോ. ഇവൻ പറഞ്ഞത് ഏറെക്കുറെയൊക്കെ ശരിയായ മാതിരി ഉണ്ട് എനിക്ക്. ശരി. നയൻസ് ലുക്കിംഗ് നയൻതാര. വാവ്, നയൻതാര പാർട്ട് 2. ഇതിൽ കൂടുതൽ വായിച്ചാലേ ചിലപ്പോൾ നയൻതാര എന്റെ പേരിൽ കേസ് കൊടുക്കും. എന്താണ് സംഭവം എന്നല്ലേ, ഇതാണ് അവസ്ഥ. അത് നയൻതാര എത്ര, ഇതാണ് ഇപ്പൊ പുതിയ നയൻതാര. ഇതിൽ നയൻതാരക്ക് കുറേ മെസ്സേജുകളൊക്കെ വിട്ടുക്കണു. എല്ലാരും നയൻതാരനെ മാറ്റി തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റാള് പൊലിവില്ല. ഞാനായിട്ട് ഞാൻ തട്ടി തകർക്കണമൊന്നുമില്ല. ഇതും കൂടി കണ്ടാക്കണേ. അയ്യോ, അങ്ങനെയല്ല കേട്ടോ. ഞാൻ തന്നെയാണ്. പലരും പറയുന്നു, അത് ഞാൻ ഫോളോ ചെയ്യുന്നു. പാവാണ്. ചായ കാപ്പിയെ. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇക്കാര്യത്തിൽ ഞാൻ ഓനെ കളിയാക്കാനൊന്നും എനിക്കൊരു അർഹതയില്ല. മറ്റൊന്നും കൊണ്ടല്ല, ആള് 2016 ഡൗൺ സർജറി മറ്റേ അപ്പ് സർജറി ഒക്കെ കഴിഞ്ഞിക്കണു. എന്തായാലും പെണ്ണിന്റെ മനസ്സുണ്ടെന്ന് പിന്നെ ജന്മനാ മനസ്സിലായപ്പോഴെന്ത് ചെയ്തു, ആള് പിന്നെ വഴിയിച്ചൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഡൗൺ സർജറിയും അപ്പ് സർജറിയും ഒക്കെ കഴിഞ്ഞിട്ട് ആള് ഇപ്പൊ സ്വയം എപ്പോഴും പറയുന്നുണ്ടറിയോ, ഞാൻ ഒരു ജെന്യൂൻ സ്ത്രീയല്ല, ഞാൻ ട്രാൻസ്ലേഡിയാണ് എന്നാണ് പുള്ളിക്കാരനെ പറയുന്നുണ്ട്. അതൊരു മര്യാദ. മറ്റവന്റെ മാതിരി ഞാൻ പൂർണ്ണ പെണ്ണായി കഴിഞ്ഞു ഇതിനൊന്നും നിൽക്കണില്ല. പിന്നെ മാത്രമല്ല, ഇവർക്ക് ഇവരുടെ കാറ്റഗറിപ്പെട്ട ആളുകളാണ് ഇവർക്ക് അധികം ബന്ധം ഉണ്ടാകുക. എന്നാ മറ്റവൻ അങ്ങനെയാണോ? അല്ല. നോക്കിക്കോ, ഓന് ഒറിജിനൽ പെണ്ണുങ്ങളെ പിന്നാലെ നടക്കുള്ളൂ. അപ്പോഴേ ഓന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. അതിലുണ്ട് കാക്ക ഒരു കേക്കും പിടിച്ചിട്ട് വന്നേക്കണു. ഏത് ഓന്റെ ബേദ്രനാണിട്ട്. കണ്ടിട്ടില്ലല്ലോ നിങ്ങളെ? കണ്ടോക്കാം. ഹലോ, ജാസിയാണ്. അപ്പോൾ ഇന്ന് എന്റെ ലൈഫിൽ ഇതാണ് എനിക്ക് ഓനിട്ട് ആകെയുള്ള ഇത്. എന്താ അറിയോ, ഓന് എന്തൊരു വീഡിയോ എടുക്കുമ്പോൾ ആദ്യം പറയും ജാസി ആണാണെന്ന്. എന്നാലോ നമ്മളെ നേരിട്ട് ചോദിച്ചാൽ ഓനിട്ട് സമ്മതിച്ചു തരൂല്ല. ബാക്കി പറയാം. ഒരു മനോഹരമായ ഒരു ദിവസമാണ്. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ചായിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം ലേറ്റ് ആയി പോയി. അപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിക്കണു കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോഴാ സമയം കിട്ടിയത്. വീഡിയോകളായിരിക്കും എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് അറിഞ്ഞിരുന്നത്. ആരും വയസ്സ് ചോദിക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡ് കൊണ്ട് വന്നിട്ട്
ഓന് വയസ്സ് കമ്മിയാക്കി പറഞ്ഞോനാ. ഈ കാർഡിൽ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെന്നും കൂടി നോക്കാതെ മറ്റേ വയസ്സ് കമ്മിയാക്കി പറഞ്ഞ ഒരു മുതലും കൂടിയാണ് ഇപ്പം പറയാം. അപ്പൊ എന്തായാലും വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട് ഞാനും ആശയും മാത്രമല്ല ഞങ്ങളെ ചെറിയ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. ഇന്ന് അവനോട് എന്നാ കല്യാണം എന്ന് വെച്ചോക്കന്ന്. അപ്പൊ അവൻ പറയും ഇൻഷാ അല്ലാ ഉടനെ ഉണ്ടാവും, അതും ഗ്രാൻഡ് ആയിട്ട്, ചെറുതൊന്നുമല്ല, ഗ്രാൻഡ് ആയിട്ട് തന്നെ വേണം. ഇപ്പൊ തന്നെ അത്യാവശ്യം പ്രായമുണ്ട് ചങ്ങായിക്ക്. ഇനിയിപ്പോ ഓന് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടത്താനാണ് പറയാം. ഈ ഒരു ആഘോഷം ആശയ ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഈ ബ്യൂട്ടിഫുൾ കേക്ക് ഒരു രക്ഷയില്ല, നല്ല ക്വാളിറ്റി ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബ്യൂട്ടിഫുൾ ടേസ്റ്റി കേക്കായിരുന്നു. ഈ കേക്ക് ഇരുന്നത് സനാസ് കിച്ചൺ വേൾഡ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. താങ്ക് യു താങ്ക് യു സോ മച്ച്, അടിപൊളിയായിരുന്നു. അതുപോലെ ആശി തന്ന ഈ ഒരു ഗിഫ്റ്റ് ആശി വാങ്ങിച്ചിട്ടുള്ളത് ദ ഫാത്തി ആർട്ട് എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ ഒരിടത്ത് ഒത്തിരി ഇതേപോലത്തെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ വാലന്റൈൻസ് ഒക്കെ വരാൻ പോകുന്നത് നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഇതേപോലെ സമ്മാനിക്കാം. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഒരുപാട് നല്ല ഓർമ്മകൾ അവർക്ക് ഓസിക്ക് കിട്ടിയ സാധനങ്ങളാണ് ഒന്ന്. രണ്ടാമത്തത് വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ വരുന്നത്, അത് ആണിനും പെണ്ണിനും ഉള്ളതാണ്. നിങ്ങൾക്ക് എന്തായാലും കാര്യം പറ. കമ്മലും ചോക്ലേറ്റും പിന്നെ ആണുങ്ങളിടുന്ന ഷെഡിയും ഒക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ആശി ചോക്ലേറ്റും കമ്മലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സംഭവങ്ങളും അതിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞൊരു ടോയ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ അടിക്കും, അതിന് ലൈറ്റ് ഒക്കെ ഞാൻ മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനും ആശയും മാത്രമുള്ള ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര അടിച്ചു പോയത് ഈ ഒരു സാധനം കണ്ടിട്ടാണ്. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പേരിൻ്റെ ഐറ്റംസ് ഒക്കെ കേട്ടോ. ഈ പേരിൻ്റെ കമ്മല്, മാല, നിങ്ങൾ പല വീഡിയോസിനും കണ്ടാവും ഞാൻ പേര് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒറിജിനൽ പേര് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആശിനെ കൊണ്ട് ഞാൻ കഴുത്തിൽ എടുപ്പിച്ചു. താങ്ക് യു സോ മച്ച് ആശി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കൊച്ചു ആഘോഷങ്ങൾ. അപ്പോൾ പുതുമയാർന്ന വീഡിയോസുമായി വീണ്ടും കാണാം. അതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു, ലവ് യു, ലവ് യു. മീനിനെ കോച്ചുന്നു ഒന്നിനാത്രം പോകുന്നൊരു ചെങ്ങായി, അവന്റെ വാപ്പാടെ പ്രായമുള്ള ഒരു ചെങ്ങായിനെ മറ്റേ എന്താ പറയുക, സിമെന്റ് ചാക്ക് ഉണങ്ങിയ മാതിരി, സിമെന്റ് ചാക്ക് കട്ട പിടിച്ചാണ്ടല്ലോ അതേമാതിരത്തെ ഒരു മറ്റേ ഉടുപ്പ് പിടിപ്പിച്ചിട്ട് ഇവിടെ നിർത്തിട്ട് ഉമ്മെടുക്കുക, അതും ലിപ്ലൊക്കെ. എങ്ങനെ എന്ത് ജന്തുക്കളാത്. മനുഷ്യനായാൽ കുറച്ച് ഉളുപ്പ് വേണ്ടേ? അല്ല ഉളുപ്പുണ്ട ഇപ്പൊ ഈ ഇത് ഇതാക്കുമല്ലേ. കള്ളി തുണി എടുത്ത് നടക്കേണ്ട പ്രായ, എന്നിട്ട് ഒരു ഉടുപ്പ് എടുത്തിട്ട് ഒരു ചെറുക്കനെയും പേപ്പിച്ചും കൊണ്ട് നടക്കുക പോലെ. ഈ ബാക്കിലെ തൊപ്പി പറഞ്ഞ മാതിരി പച്ചക്കുയിലില്ലേ, പച്ചക്കുയില് ഇവന്റെ മൂട്ടിൽ തന്നെയാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം, കണ്ടോക്ക. പിന്നെ അയ്യോ എന്ത് ചോദ്യം ചങ്ങായി ചോദിക്കണേ. 30 നോമ്പ് കിട്ടുന്ന ആദ്യത്തെ സ്ത്രീ അപ്പം വേറെ ആർക്കും കിട്ടൂല. കാരണം ഇവനിക്ക് മാസക്കുളി ആഴ്ചക്കുളി ഒന്നും ഇല്ലല്ലോ. കൊല്ലത്തിലേലും ഓൻ കുളിച്ചാൽ മതി. കണ്ടോ ഇവൻ പറയുന്നുണ്ടല്ലോ എങ്ങനെ ഇപ്പൊ ഈ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാദിച്ച് നടക്കുന്നുണ്ടല്ലോ. ഇസ്ലാമിൽ എങ്ങനെയാണ് പോയി തൊള്ളക്ക് ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഇവൻ അത്ര വലിയ ജനൂനും നല്ല മനസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു മറ്റേ ഇസ്ലാമിലൊരു പെണ്ണിനെ എങ്ങനെയാണ് നടക്കുക, തലി തട്ടിട്ടൊക്കെ നടക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ഈ മുസ്ലിം പെണ്ണുങ്ങൾക്ക്. അങ്ങനെയാണോ ഇപ്പൊ നടക്കുന്നത്? ഇപ്പൊ ഈ വേഷം കെട്ട് തന്നെയാണ് ഇത്. ഈ സ്പർശന സുഖത്തിനായിട്ട് കിട്ടുന്ന വേഷമാണ്. ശേഷം ഒന്നും അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഞങ്ങള് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു, സ്നേഹമായിട്ട് പോകുന്നു. അതിന് മാറാൻ എന്താണ്? അവിടെ 2 ബലൂൺ കൊടുന്ന് വെച്ചതോ കുറച്ച് ജെല്ല് കൊടുന്ന് വെച്ചതാണ്. ഇപ്പൊ വലിയ മാറ്റമൊന്നുമില്ല. ഓനിക്കിപ്പൊ എന്താ ഇജ് ടൗസർ മടക്കണ കാലത്ത് എന്റെ പിന്നാലെ ഉണ്ട്. അന്റെ ഒക്കെ പഴയ രൂപം കണ്ടല്ലോ, എന്റെ അമ്മേ മറ്റേ നല്ല തുടുത്ത് നിക്കണ കണ്ണിമാങ്ങ കൊണ്ടുപോയിട്ട് സുർക്കിയിലിട്ട് നോക്കാം, എന്നിട്ടൊരു 10 ദിവസം കഴിഞ്ഞ് നോക്കാം, അതേമാതിരിയാണ്. ഇവ ഈ പുട്ടി വെച്ചിട്ടാണ് ഇവൻ എപ്പോഴും ഇവന്റെ മുഖം അല്ലാതെ അവന്റെ കയ്യുമ്പൊക്കെ നോക്കുള്ളൂ. ആകെ ചുളിഞ്ഞിട്ടുണ്ടാവും. അപ്പോ അത്യാവശ്യം പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്ക്, പക്ഷെ പുറത്ത് കാണിക്കൂല. മനസ്സിലായി എനിക്ക്. നമുക്ക് അങ്ങനെ മാറ്റം വരുമ്പോ നമ്മുടെ ശരീരത്തിൽ ഒരു മാറ്റം വരുമ്പോ ഒരു ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ ആഗ്രഹിച്ച ലൈഫിലേക്ക് നമ്മൾ അതൊന്ന് പറഞ്ഞാട്ടിക്ക. ഇത് കൊടുന്നൊന്ന് വെച്ചിക്കല്ലേ, എന്തോ ഫെവിക്കോളോ സൂപ്പർ ഗ്ലൂ അതോ വറ്റിട്ടിട്ടോ അങ്ങനെ എന്തോ ഒട്ടിച്ച് വെച്ചിക്കാണ്. അയ്യോ അത് ഒട്ടിച്ചതിന് ശേഷം ഉണ്ടായ ഒരു വീഡിയോ അവന്റെ ഇറങ്ങല്ലേ, അത് കണ്ടിട്ടില്ല നിങ്ങളെ? ഇതൊന്ന് കണ്ടോ കാണി. കഷ്ടപ്പെട്ടിട്ട് ഓന് മറ്റേ ഡോക്ടർ അടുത്ത് കലന്ന് കടന്നിട്ട് അത് കഴിഞ്ഞത് പൂർണ്ണാവധിയായി എന്നൊക്കെ പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അറിയോ? ഈ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് അല്ലേ. ഇതോന്റെ കൊട്ടത്ത് എങ്ങനെയാണെങ്കിൽ ചാടും. അപ്പൊ ഓൻ എങ്ങനെയെങ്കിലും നിങ്ങളൊരു സൂപ്പർ ഗ്ലൂ ഇട്ടിട്ടായാലും ഇതൊന്ന് ഒട്ടിച്ചേരിന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് നിൽക്കണേ. ഈ ഇട്ട് കുലിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വെച്ചിട്ട് വേണം എനിക്ക് ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കാൻ വല്ലാത്ത പൂതിയായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ത്യാഗം സഹിച്ചത്. ഓന്റെ വിചാരം ഇപ്പൊ ആരാച്ചിട്ടാ ഓന്റെ കണക്കില്
നമ്മക്കേ അറിയുള്ളൂ ഇത് നല്ല നാടൻ കാക്കയാണെന്നുള്ളത്. കുറെ കാലം പള്ളിയിലാണെന്നും പറഞ്ഞ് നടന്നു. അവസാനം സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്തു, ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അടക്കെടുത്തിട്ട് അങ്ങോട്ട് ഏറെ കയറ്റി. ഓൻ പ്രസവിക്കാൻ നിൽക്കായിരുന്നോ? കണ്ടീന്നില്ല ഞങ്ങളെ. ഇപ്പൊ അവനോട് ചോദിച്ചേക്കാം കുട്ടീനെ ദത്തെടുക്കുകയാണെന്ന് അറിയും. എനിക്ക് ഏതെങ്കിലും അതിനിപ്പോ എന്താ രഹസ്യങ്ങള് കുട്ടി അറിയാതിരുന്നാ മതിയല്ലോ. ഒരു രഹസ്യവും കുട്ടി അറിയില്ല. മാക്സിമം ഇരുന്ന് കാട്ടിക്കൂട്ടി നോക്കി, പക്ഷെ ഏറ്റില്ല. നിങ്ങൾ നോക്കാം, വള്ളം മരുന്ന് ഉയ്യണു. ക്യാമറമൊക്കെ നോക്കിയിട്ട് ഇരുന്ന് ഉയ്യ നോക്കാം. ഒരു കൊട്ട വയറും കൊണ്ടാവും നടക്കണത്. ഇതൊക്കെ എന്തായിരുന്നു അവന്റെ ഉദ്ദേശം എന്നറിയോ? പക്ഷെ സംഭവം ഏറ്റില്ല. അതാണ് മലയാളികളെ ശരിക്കും അങ്ങോട്ട് ഏറെ കയറ്റി പോവാന്. പോരാത്തിന് കേസ് വഹിക്കണു തോന്നുന്നുണ്ട്. ഇവനെങ്ങനെ എന്തിനാ കളിയാക്കണേ, എന്തിനാ പറയണേ നിങ്ങൾ ചോദിക്കണില്ലേ? പക്ഷെ സമൂഹത്തിൽ തെറ്റായ ധാരണകൾ, തെറ്റായ മറ്റേ കാര്യങ്ങളും ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോഴാണ് ഇതിനെതിരെ വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെ പറയാനെങ്കിൽ കുറച്ച് ആളുകൾ വേണം. ഇല്ലെങ്കിൽ ഇതൊക്കെ നാളേക്ക് ശരിയാണെന്നുള്ളത് തന്നെ ഈ സമൂഹം അല്ലെങ്കിൽ ഇന്ന് വളർന്നു വരുന്ന മക്കളും തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ടാണ് കാരണം നമ്മളൊക്കെ കഴിഞ്ഞു വന്നൊരു കാലം ഉണ്ടല്ലോ. ഇവന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 4 ആളെ ഇതിലേക്ക് വലിച്ചിടുക എന്നുള്ളതാ. എന്നാലേ ഇവനിക്കൊക്കെ അഭിമാനത്തോടെ നടക്കാൻ പറ്റൂ. അതിന്റെ ഒരുക്കത്തിലാ പോവാന്. അതിന് തൽക്കാലം നിന്നൊടുക്കാൻ എന്തായാലും പറ്റില്ല. എതിർക്കാണെന്നുണ്ടെങ്കിൽ ഇനിയും എതിർക്കും. ഇവൻ ഈ സമൂഹത്തിന് കൊടുക്കുന്നത് എന്താണ്, എന്ത് നല്ല ഉപദേശമാണ്, എന്ത് മോട്ടിവേഷൻ ആണെന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കും. എന്നതിന് ശേഷം നിങ്ങൾ തീരുമാനിച്ചാൽ മതി പറയുന്നത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇവന്റെ ഒരു അടിപൊളി ഡാൻസ് കാണണം നിങ്ങൾക്ക്. ഇതാ കണ്ടോ, ഇതന്നെയാണ് സംഭവം. ആ സൗണ്ട് നമുക്ക് നോക്കണ്ട, സൗണ്ട് ഉജ്ജില്ല. അന്ന് ആശു വന്നിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. എന്ത് ഇതാ കണ്ടോ, അവൻ എന്നെ അടിച്ചതാണ്, അവൻ എന്നെ ഇങ്ങനെ കാട്ടിയതാണ്, ഇന്റെ ഇവിടെയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു എങ്ങനെ ഇപ്പൊ പഠിച്ചെന്നുള്ളത്. അപ്പൊ ഇപ്പൊ എന്തായാലും ഇങ്ങനെ ദേഷ്യം വന്നപ്പോ കൊട്ടത്തേങ്ങ ഉള്ളിൽ നിന്ന് എടുത്തതാണ്. ഇത് അതേമാതിരി ഇത് വാട്ടർ ബലൂണാണ്, പക്ഷെ ഓന്ന് വെച്ചിരുന്ന കൊട്ടത്തേങ്ങയായിരുന്നു. അതെടുത്ത് ഒറ്റ ഒന്നാത്തരം മോന്തടക്കിയിട്ട് ആശി. അതാണ് ആശിക്ക് ഇവനോട് കളിച്ചാൻ പേടി. ഇപ്പോഴല്ലേ മനസ്സിലായത്. കാരണം പിന്നെ എപ്പോഴും ആയുധ സ്റ്റോക്കാണ്. ഇതൊന്നും കണ്ട കുട്ടിയുടെ ഡ്രസ് എന്ത് ഭംഗിയല്ലേ കാണാന്. ഇന്ന് നിന്റെ കുട്ടികളുടെ ഈ ഭ്രാന്തിന് മാറിയിട്ടില്ല. അത് മാറുമോ? കുട്ടികളെ ഭ്രാന്താണെങ്കിൽ ഇനി മാറിയിട്ടില്ലേന്ന്. എങ്ങനെ മാറാനാണ്? ആണും കെട്ടിയിട്ട് എവിടെ കുട്ടീൻ്റെ ആയിക്കണു ഒന്ന് പറഞ്ഞാട്ടിക്ക. അങ്ങനെ കുട്ടികളെ കാണാൻ പോകുന്ന എനിക്ക് ഏതെങ്കിലും അംഗനവാടി പോയിക്കൂടെ, അവിടുന്ന് കാണാം കുട്ടികളെ. അല്ലാതെ ഇപ്പൊ ഇജ്ജ് പറ്റിട്ട് എന്റെ കുട്ടീനെ കാണണം എന്നുള്ള മോഹം കൊണ്ടൊന്നും ഇജ്ജ് നടക്കണ്ട. അത് സോഷ്യൽ മീഡിയയിൽ മതി കേട്ടോ. അയ്യോ, ഇവനൊന്നിപ്പോ ഉദ്ഘാടനത്തിന് വിളിക്കണില്ല അത്രേ. കാരണം വിളിച്ച ആളുകളില്ലേ, ഓല ആളുകൾ തന്നെ കയറുന്നില്ല അത്രേ, സ്വന്തം പെരക്കാരനെ കയറുന്നില്ല അത്രേ. ആ അമ്മാരി ബർക്കത്തല്ലേ ഇവനെ കൊണ്ടൊക്കെ കൊണ്ടുപോയിട്ട് മറ്റേ ഇത് ചെയ്താലേ, ഉദ്ഘാടനം ചെയ്താ എന്തോരം ബർക്കത്തുണ്ടാവും. അപ്പൊ അതാണ് അവസ്ഥ. അപ്പൊ ഉദ്ഘാടനങ്ങളൊന്നും കിട്ടണില്ല. അപ്പൊ ഇതൊക്കെ നടക്കുള്ളൂ. നടത്ത്, അല്ല അപ്പൊ എന്താ ചെയ്യാ. എന്നായിക്കോട്ടെ, ഞാൻ പോട്ടെ. ശരി, കാണാം, വരാം.